സുഹൃത്തുക്കളെ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ നേരത്തെ തന്നെ നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടിരുന്ന സംഘപരിവാർ CPM കൂട്ടുകെട്ട് മറനീക്കി പുറത്തു വന്നിട്ടുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാതൃഭൂമിയിലെ അഭിലാഷുമായി നടത്തിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് RSSുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു, അതിന്റെ പേരിൽ എന്ത് വിവാദം ഉണ്ടായാലും സത്യമാണത്, സത്യം പറയുന്നതിൽ വിവാദം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം ആ പറഞ്ഞതിന് M സ്വരാജ് ന്യായീകരിച്ചത് RSS അന്ന് BJP ഇല്ല, ജനസംഘമായിരുന്നു എന്നാണ്. പക്ഷെ ഗോവിന്ദ മാഷ് എന്തെങ്കിലും ഒരു നാക്കുപിഴയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ കേട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, അങ്ങനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു ഇലക്ഷൻ കാലത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ അവർ നേരത്തെ തീരുമാനിക്കാത്ത എന്തെങ്കിലും അജണ്ട ഏതെങ്കിലും അഭിമുഖങ്ങളിൽ പറയുക എന്നുള്ളത് ഒരു സാധ്യതയും ഇല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം തന്നെ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ച ആരോപണങ്ങൾ, വ്യാജങ്ങൾ നിരവധി തവണ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഇപ്പൊ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളാണെങ്കിലും മറ്റു പല കളവുകളാണെങ്കിലും ആവർത്തിച്ച് ഒരേ കാര്യം കളവുകൾ ആവർത്തിച്ച് ക്യാമ്പയിൻ ചെയ്യുക എന്ന രീതിയാണ് ഇവർ ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് ജനസംഘമായിരുന്നു, BJP ആയിരുന്നില്ല എന്നുള്ള സ്വരാജിന്റെ വിശദീകരണത്തിന് യാതൊരു പ്രസക്തിയില്ല. അതിന്റെ കാരണം ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, 1925 രൂപീകരിക്കപ്പെട്ട വർഗീയവാദികൾ, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വർഗീയവാദികളായ RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ കാലഘട്ടം അതായിരുന്നു, അതിന്റെ സാഹചര്യം അതായിരുന്നു എന്നാണ് ഗോവിന്ദൻ മാഷ് വിശദീകരിച്ചുള്ളത്. എന്റെ പോയിന്റ് അതല്ല. എന്തുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ അത് പറയുന്നു? അത് ഇപ്പൊ നമ്മളൊരു കൂട്ടരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയല്ലോ. ഇപ്പൊ രാഷ്ട്രീയത്തിലെ സാമാന്യ ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം, ഒരു കൂട്ടരുമായി നേതൃതലത്തിൽ ഡീൽ ഉണ്ടാക്കിയാൽ ആ കൂട്ടരുടെ അണികളുടെ വോട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ഡീലുണ്ട്, അതിനെ ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നുണ്ട്, ഓൺ ചെയ്യുന്നുണ്ട് എന്നൊരു മെസ്സേജ് ആ സംഘടനയുടെ അണികൾക്ക് കൊടുക്കാൻ കഴിയണം. ആ നിലക്ക് RSSുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഒരു മെസ്സേജ്, ഞങ്ങളത് ഓൺ ചെയ്യുന്നുണ്ട് എന്ന മെസ്സേജ് നൽകുകയാണ് ഗോവിന്ദൻ മാഷ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ക്യാമ്പയിനിലൂടെ, ഈ പ്രചാരണത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അതിനെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മാപ്പ് എഴുതി കൊടുത്ത സവർക്കറുടെ സംഘടന അന്ന് വർഗീയവാദികളായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ, രൂപീകരണ കാലം മുതൽ ഈ വംശീയ ഉന്മൂലന അജണ്ടയുള്ള ഒരു സംഘടനയെ അവർ ബാക്ക് ചെയ്ത രാഷ്ട്രീയത്തെ അന്ന് അവർ വർഗീയവാദികളായിരുന്നില്ല എന്ന് ന്യായീകരിക്കുകയാണ് നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ചെയ്തതിനേക്കാളും ഭീകരമായ ഒരു കാര്യമാണ് സ്വരാജ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ CPM ആരംഭിച്ചത്? അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ല, മറിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പ്രഭാഷണത്തിലൂടെയാണ്. നേരത്തെ പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് വ്യാജമായ കാര്യങ്ങൾ, മലപ്പുറത്തെ കരിപ്പൂർ എയർപോർട്ടുള്ളതുകൊണ്ട് മലപ്പുറത്ത് എയർപോർട്ടിലെ കണക്ക് വെച്ചുകൊണ്ട് മലപ്പുറത്ത് ഒരുപാട് സ്വർണ്ണക്കടത്തുകളുണ്ട്, അതെല്ലാം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്, സ്വർണ്ണക്കടത്തിന്റെ പണം എന്ന് ഇംഗ്ലീഷിൽ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ആദ്യം ഒരു നാഥനില്ല PR ഡോക്യുമെന്റ് കൊടുക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ അഭിമുഖമായി അത് പുറത്തു വരികയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. ആ മുഖ്യമന്ത്രിയുടെ അതേ ക്യാമ്പയിൻ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് വിഷം തുപ്പുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണം നടത്തിയത് നിലമ്പൂരിലാണ്. അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനാണ് നിലമ്പൂരിലെ CPMന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. CPMന്റെ ഈ വർഗീയ അജണ്ട വളരെ കൃത്യമാണ്. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. അതിനും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ജാതീയ സമവാക്യങ്ങളുണ്ട്, കൃത്യമായ മത സാമുദായിക താല്പര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സംഘപരിവാറുമായുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തുടർച്ച എന്ന നിലയിലാണ് BJP
അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ആലോചനകൾ. ഇന്ന് തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്നാണ് ബി ജെ പി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരു കണ്ടസ്റ്റിംഗ് പാർട്ടിയല്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചെയ്യുന്നത്. പിന്നീട് കോൺഗ്രസിന്റെ വോട്ട് ബേസിൽ നിന്ന് നേരത്തെ കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളെ, നേരത്തെ അല്ല, ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ ആക്കി ബി ജെ പി പ്രഖ്യാപിക്കുന്നതുവരെയും കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ വോട്ട് ബേസിൽ നിന്ന് കുറച്ച് വോട്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകൾ കുറച്ചു കൊടുക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തങ്ങളുടെ കേഡർമാർക്ക് പോലും, അത്രയും വർഗീയമായി ചിന്തിക്കുന്ന, പേര് നോക്കി പോലും വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വർഗീയതയുടെ അത്രയും ഹീനമായ വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന തങ്ങളുടെ കേഡർമാർക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് പോലും വോട്ട് ചെയ്യാൻ ഒരുപക്ഷെ തയ്യാറില്ലാത്ത, പേരുകൊണ്ട് ക്രിസ്ത്യാനിയായ ഒരാൾക്ക് പോലും വോട്ട് ചെയ്യാൻ തയ്യാറില്ലാത്ത സംഘപരിവാർ കേഡർമാർക്ക് മറ്റൊരാൾക്ക്, ആ കൂട്ടത്തിൽ സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് തെരഞ്ഞെടുപ്പിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക എന്ന അജണ്ടയാണ് നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ CPM നടപ്പാക്കിയിട്ടുള്ളത്. എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, വളരെ ബോധപൂർവം CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രചരണം, ഒരു മുസ്ലിം ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സംഘടന മുൻകൈയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, ഇപ്പം വെൽഫെയർ പാർട്ടിയെ കുറിച്ച് മാത്രമല്ല, PDPയെ ഇന്നലത്തെ ഈ അഭിലാഷിന്റെ ഇന്റർവ്യൂവിൽ തന്നെ എത്ര പരിഹാസ്യമായിട്ടാണ് ഗോവിന്ദൻ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. മനോരമയിലെ ജോണി ലൂക്കോസിന്റെ ഇന്റർവ്യൂവിൽ വിജയരാഘവൻ, ഇപ്പോൾ PDP എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടോ, ആരാണിപ്പോ ഇന്നത്തെ PDP എന്നൊക്കെ പരിഹസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് PDP അവശ നിലയിലായത്? ഇവരുടെ കൂടെ തന്നെയുള്ള ഇപ്പോൾ ഈ വർഗീയ ക്യാമ്പയിനുകൾക്ക്, മലപ്പുറത്തിനെതിരായ ക്യാമ്പയിനുകൾക്ക്, മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന INL-നെ 10-25 കൊല്ലം മുന്നണിക്ക് പുറത്തു നിർത്തി ഒന്നിനും കൊള്ളാത്ത ഒരു സംഘടനയായി, രാഷ്ട്രീയ സംഘടനയായി മാറ്റിത്തീർത്തത് ആരാണ്? ഈ അർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയത്തെ നേർക്കുനേർ അഡ്രസ് ചെയ്യാതിരിക്കുകയും മുസ്ലിം ഭീതി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട വളരെ കൃത്യമായി CPM നടപ്പാക്കാൻ ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, നിലമ്പൂരിലെ വോട്ടർമാരോടാണ് ഞാൻ ഈ പറയുന്നത്, AK ശശീന്ദ്രനെ പോലുള്ള ഒരാൾ, ഒരു ചക്രവർത്തിയെ പോലെ ഈ വയനാടിലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ കടുവ കടിച്ചു കൊല്ലുമ്പോൾ ആ കൊന്നതിന്റെ വാർത്ത പുറത്തു വന്നതിന് ശേഷം കോഴിക്കോട് ആടിയും പാടിയും നൃത്തം ചെയ്തും അന്നേ ദിവസം ആസ്വദിച്ച് നടന്ന ഒരാൾ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയാണിത്. ഒരു പാവം കുട്ടി നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കണം എന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയ മന്ത്രിയെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമസഭയാണിത്. ഇത് മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. നമ്മളെ, മലപ്പുറത്തെ ജനങ്ങളെ നിരന്തരമായി വർഗീയവാദികൾ എന്ന് പ്രചരിപ്പിച്ച ഒരു മുഖ്യമന്ത്രി, സ്റ്റാർ ക്യാമ്പയിനറാണ് എന്ന് പറയുന്ന ഒരു മുന്നണിയെയാണ് നിങ്ങളോട് M സ്വരാജിലൂടെ വോട്ട് തേടുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് നമ്മളെ ഭീകരവാദികളാക്കി, നമ്മളെ സ്വർണ്ണക്കടത്തുകാരാക്കി, നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദത്തിന്റെ ഹബ്ബാണ് എന്ന് പ്രചരിപ്പിച്ച മുഖ്യമന്ത്രി, ആ തരത്തിലുള്ള മലപ്പുറം എന്ന് മാത്രമല്ല നമ്മുടെ വികസനത്തിന്റെ ചോദ്യങ്ങളെ അവരെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ. മലപ്പുറത്തെ കുട്ടികൾക്ക് ഇന്ന് 10,000-കണക്കിന് കുട്ടികൾക്ക് +2-ന് പഠിക്കാൻ സീറ്റില്ല. ആ പ്രശ്നം ഇവർ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നം ഉന്നയിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഇവർ ഭീകരവാദികളാക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട സമരങ്ങളെ മുഴുവൻ അവർ ഭീകരവാദികൾ എന്നാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോ ആ ദേശീയപാത തകർന്നു വീണപ്പോ, ആ തകർന്നു വീണ ദേശീയപാത ഒന്ന് സന്ദർശിക്കാൻ പോലും ഈ മുഖ്യമന്ത്രിയോ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ, എന്നും റീൽസ് ഇട്ട് നടന്നിരുന്ന പൊതുമരാമത്തിന്റെ വകുപ്പ് മന്ത്രിയോ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വശത്ത് ജനദ്രോഹപരമായ, മനുഷ്യത്വ വിരുദ്ധമായ, ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിവിലൂടെ മുസ്ലിം ഭീതി പരത്തുന്ന, ആ തരത്തിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തുന്ന, മുനമ്പത്തെ ഒരു പ്രശ്നം പോലും ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കാതെ നിരന്തരമായ പ്രശ്നമായി നിലനിർത്തി കമ്മ്യൂണൽ പോളറൈസേഷന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിനെ വിലയിരുത്തുന്ന ഒരു സന്ദർഭമാണിത്. ഇവിടെ പല ആളുകളും പറയുന്നത് M സ്വരാജിന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച്. സ്വരാജ് ഇന്നും അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. യുദ്ധമായാലും RSS ആയാലും ഒരേ സമീപനം തന്നെയാണ് എന്നൊക്കെ. ഇതിങ്ങനെ പറഞ്ഞത് കേൾക്കാൻ വലിയ രസമായിരിക്കും. പക്ഷെ നീതി ഒരു വശത്തും
CPM മറുവശത്തുമായ ഒരു സന്ദർഭത്തിലും നീതിപൂർവമായ ഒരു നിലപാടും സ്വീകരിക്കാതെ CPM-ന്റെ മുഴുവൻ അനീതികൾക്കും കൂട്ടുനിന്നൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം, കൂട്ടുനിന്നൊരു നേതാവാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാ സന്ദർഭങ്ങളിലും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല, എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ആവർത്തിക്കുന്നു, നീതി ഒരു വശത്തും CPM മറുവശത്തുമായ എല്ലാ സന്ദർഭങ്ങളിലും CPIM-നെ ന്യായീകരിക്കുന്ന ആ തരത്തിൽ വ്യതിരിക്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് എം സ്വരാജ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രഭാഷണങ്ങളെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. വിസ്ഡം പ്രവർത്തകരെ സംഘപരിവാറുകാർ ആക്രമിച്ച ദിവസം എന്തിനാണ് മതപ്രബോധനം നടത്തുന്നത്, മതം പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്, അവനാന്റെ വിശ്വാസം കൊണ്ടു നടന്നാൽ പോരെ എന്ന് മതപ്രബോധന സ്വാതന്ത്ര്യമുള്ള ഭരണഘടനാവകാശമായ ഒരു നാട്ടിൽ പ്രസംഗിച്ചയാളാണ് എം സ്വരാജ്. ആ തൃപ്പൂണിത്തറ യോഗ സെന്ററിൽ തന്റെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു യോഗ കേന്ദ്രം എന്ന പേരിൽ പാവപ്പെട്ട പെൺകുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് മതം മാറ്റുന്ന ഘർ വാപ്പസി നടത്തുന്ന ഒരു കേന്ദ്രത്തിന് കാവലിരുന്ന, അതിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ച, അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന ഒരു MLA ആയിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ തരത്തിൽ പല രീതിയിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ നോൺ ഇഷ്യൂ ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഷയം, ഇപ്പോ RSSുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ RSSന് പിന്തുണ സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്ന ഗോവിന്ദൻ ഈ നാട്ടിൽ നിരന്തരമായി അവർക്ക് പിന്തുണ നൽകുകയും സ്വീകരിക്കുകയും ചെയ്തതിന്റെ രേഖകൾ, മുഖ്യമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ, ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എല്ലാം പുറത്തു വന്നതിന് ശേഷവും ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണയും സ്വീകരിച്ചിട്ടില്ല എന്ന കളവ് ആവർത്തിക്കുമ്പോൾ അതിനെ സഹായിക്കാൻ റിപ്പോർട്ടർ TV പോലുള്ള ഒരു ചാനൽ ഓവർ ടൈം പണിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ എഡിറ്റർ അരുൺകുമാർ തന്നെയും CPM-ന്റെ ഈ ക്യാമ്പയിൻ നയിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ ഒരു വശത്ത് CPM-ന്റെയും RSSന്റെയും മൂലധന താല്പര്യം പോലെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന മൂലധന താല്പര്യമുള്ള ചാനലാണ് റിപ്പോർട്ടർ TV എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരേ സമയം CPM-ന്റെയും RSSന്റെയും മൂലധനം, അതിപ്പോ രണ്ടും ഒന്നാണല്ലോ. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനൽ കഴിഞ്ഞ 10 ദിവസമായി നിലമ്പൂരിൽ നടത്തിയ ക്യാമ്പയിനുകൾ, അവരുടെ ചർച്ചകൾ മുഴുവനും CPM-ന്റെ അജണ്ട വിജയിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾ വിനു വി ജോണിന്റെയും PG-യുടെയും ഒക്കെ ചർച്ചകൾ എടുത്തു നോക്കൂ. അബ്ജോദ് വർഗീസിന്റെ ചർച്ചകൾ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് വ്യതിരിക്തമായിട്ടുണ്ടാവുക. ഏഷ്യാനെറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി നിലമ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ, അവരുടെ ഇന്റർവ്യൂകൾ, അവരുടെ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഈ തരത്തിൽ CPM-ന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ CPM BJP അജണ്ട വിജയിപ്പിച്ച് നൽകുന്ന അതിനുവേണ്ടി ലോവർ ടൈം പണിയെടുക്കലായിരുന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും. ദീപക് ധർമ്മടത്തെ പോലുള്ള 24 ന്യൂസിന്റെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റിന്റെ ഒരു ചാനൽ അവതരണം നിങ്ങളെടുത്ത് ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചാനൽ അവതരണങ്ങൾ എടുത്തു നോക്കൂ. CPM-ന്റെ ഒരു മെഗാഫോൺ പോലെ അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ അർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ പോലും പക്ഷപാതിത്വം കാണിച്ച ഞാൻ പറഞ്ഞത് BJP-യുടെ ഏഷ്യാനെറ്റും രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റും CPM-ന്റെ അനുകൂലമായി നിൽക്കുന്ന, CPM-നും BJP-ക്കും അനുകൂലമായി നിൽക്കുന്ന റിപ്പോർട്ടർ TVയും ഒരേ സമയം CPM-ന് വേണ്ടി ഓവർ ടൈം പണിയെടുത്ത തെരഞ്ഞെടുപ്പാണിത്. അവർ അജണ്ട നിശ്ചയിക്കാൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ നിലമ്പൂരുകാരുടെ, കേരളത്തിലെ മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി ഈ നാട്ടിലെ ഒരു വർഗീയ ധ്രുവീകരണവും ഇസ്ലാമോഫോബിയയും മുസ്ലിം ഭീതിയും പരത്തുന്ന തരത്തിലുള്ള CPM-ന്റെ ക്യാമ്പയിനർമാരായി ഈ ചാനലുകൾ മുന്നോട്ട് വന്ന ഒരു സന്ദർഭമാണ്. അവർക്കെതിരെ ഉള്ള ഒരു വിധിയെഴുത്തുകൂടിയായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ട്. ശശീന്ദ്രനും പിണറായി വിജയനും ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന ഓർമ്മയോടുകൂടി സംഘപരിവാറിന്റെ RSSന്റെ വോട്ട് വാങ്ങി ജയിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം അജണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത്. അതൊരു നാക്കുപിഴയല്ല, അത് വളരെ കാലേ കൂട്ടി ആലോചിച്ച് തീരുമാനിച്ച അവസാന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. സംഘപരിവാറിനെതിരായ വിധിയെഴുത്ത് എന്ന നിലയിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്തണമെന്ന് നിലമ്പൂരിലെ സുഹൃത്തുക്കളോട്, നിലമ്പൂരിലെ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കാം. നമുക്കാർക്കും നിലമ്പൂരിൽ വോട്ടില്ല. നിലമ്പൂരിൽ വോട്ടില്ലാത്ത ഒരുപാട് CPMകാർ, എഴുത്തുകാർ,
വോട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്ന പോലെ ഒരു ക്യാമ്പയിനും നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. വോട്ടുള്ള യഥാർത്ഥ മനുഷ്യർ, നിലമ്പൂരിലെ മലയോരത്തെ യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിന്റെ വിവേചനങ്ങൾക്ക് ഇരയാകുന്ന മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നും ഈ ഭരണകൂടത്തിന്റെ ഹിംസ, വർഗീയ പ്രചരണം, ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള അജണ്ടകൾ ഞങ്ങൾ പരാജയപ്പെടുത്തിയെന്നും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റിസൾട്ട് 23-ാം തീയതി ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു വിധി എഴുത്തിലേക്ക് പോകണമെന്ന് നിലമ്പൂരിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി.